ബലൂച്ച് ലിബറേഷൻ ആർമി തട്ടിയെടുത്ത ട്രെയിൻ വീണ്ടെടുത്ത പാകിസ്ഥാൻ. ഭീകരർ റാഞ്ചിയ ട്രെയിനിലെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചതായി പാക് സൈന്യം. 33 ഭീകരരെ വധിച്ചതും ഏറ്റുമുട്ടലിനിടെ 21 ബന്ദികൾ കൊല്ലപ്പെട്ടതായും പാക് സൈന്യം അറിയിച്ചു. മുപ്പത് മണിക്കൂറോളം നീണ്ട തീവ്രമായ സൈനിക നടപടിക്ക് ശേഷം മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചതായി പാക് സേന. സൈനിക നടപടിയിലൂടെ 33 ബലൂച്ച് വിമതരെ കൊലപ്പെടുത്തിയതായും പാക് സൈന്യം അവകാശപ്പെട്ടു. ഏറ്റുമുട്ടലിനിടെ ബന്ദികളായ 21 യാത്രക്കാർക്കും 4 സൈനികർക്കും ജീവൻ നഷ്ടമായി. ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന 27 സൈനികരും കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് 480 യാത്രക്കാരുമായി കെട്ടായിൽ നിന്ന് പുറപ്പെട്ട ജാഫർ എക്സ്പ്രസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി റാഞ്ചിയത്. ട്രെയിൻ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം BLA പുറത്തുവിട്ടിരുന്നു. It was a simple and clear message to China and Pakistan to withdraw immediately from Balochistan. This warning to China and Pakistan was also given by our leader, General Aslam Baloch. സൈനിക നടപടി അവസാനിപ്പിച്ച് 20 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ ജയിലിലുള്ള BLA തടവുകാരെ മോചിപ്പിച്ചാൽ ബന്ദികളെ വിട്ടയക്കാമെന്നായിരുന്നു മുന്നറിയിപ്പ്. സൈന്യം ഇടപെട്ടാൽ ബന്ദികളെയെല്ലാം കൊലപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി. എന്നാൽ ഭീഷണിയെ അവഗണിച്ച പാക് സൈന്യം വ്യോമാക്രമണം ഉൾപ്പെടെ നടത്തി. ഏകദേശം 1 ദിവസത്തോളം നീണ്ട സങ്കീർണമായ സൈനിക നടപടിക്കൊടുവിലാണ് ബന്ദിമോചനം സാധ്യമായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.